ഹാഡിയസ് നാളത്തെ നിന്റെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം 100% പ്രതീക്ഷിക്കാം. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ്, രണ്ട് പ്രസ്താവനകൾ തരും, അതിന്റെ റീസൺ, കാരണം ഏതാണുള്ള ചോദ്യം. ഇത് സാർ ഇൻക്ലൂഡ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യംസ് ആണ്. അത് നോക്ക്. കളർ ബ്രൈറ്റ്നസ്, വർണ്ണാന്തത പുരുഷന്മാർക്ക് കൂടുതലായി ബാധിക്കുന്നു, പുരുഷന്മാർക്കാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നു പറഞ്ഞു. അതിന്റെ കാരണം നമ്മളോട് ഇതാ പറഞ്ഞു. അടുത്തതാണ് കോൺ കോശങ്ങൾ വർണ്ണക്കാഴ്ച അല്ലെങ്കിൽ കളർ വിഷൻ തരുന്നു പറഞ്ഞു. ഇതിന്റെ കാരണം ആണുങ്ങൾക്ക് കൂടുതൽ കളർ ബ്രൈറ്റ്നസ് ഉണ്ടാവാൻ കാരണം ഈ എക്സ് ക്രോമസോം ആണിന്റെ ആകെ ഒന്ന് മാത്രമേ ഉള്ളൂടാ. എക്സ് ക്രോമസോം, അതായത് എക്സ് ക്രോമസോമിന് ഡിഫക്റ്റ്, തകരാറ്, മ്യൂട്ടേഷൻ സംഭവിച്ചാലാണ് കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാവുക, വർണ്ണാന്തത ഉണ്ടാവുക. കാരണം ആണിന് ഒരു എക്സ് ക്രോമസോമല്ലേ ഉള്ളൂ, 44+XY. പെണ്ണിനോ 44+XX. അപ്പൊ പെണ്ണിന് എത്ര എക്സ് ക്രോമസോം ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ ആണിന് ഒരു ക്രോമസോം ആവുമ്പോൾ ഒന്നിന് എന്തെങ്കിലും ഡിഫക്റ്റ്, ആ ജീൻ എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ചാൽ ആണിന് പെട്ടെന്ന് കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാവില്ലേ? എന്നാൽ പെണ്ണിന് എത്ര ഉണ്ട്? 2 ആയതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് എന്താവുന്നില്ല, ആണുങ്ങളെക്കാട്ടിലും എന്തുണ്ട്? ആണിന് പെണ്ണിനെക്കാട്ടിലും എന്തുണ്ടാവുന്നുണ്ട്? കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തതാണ് നമ്മുടെ കോൺ കോശങ്ങൾ 3 തരമുണ്ട്, എസ്, എം, എൽ. ഇത് ഓരോ സൗണ്ട് വേവിനനുസരിച്ചാണ്, ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് ഓരോ വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് എൻ്റെ മക്കൾ നോക്കേണ്ടത്, നമ്മൾ കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാവാൻ റീസൺ നോക്കണം. പിന്നെ കോൺസെൽസിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ SML കുറിച്ച് നിങ്ങൾ വിശദീകരിച്ച് എഴുതണം.